ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഇതിലോട്ട് കയറി അപ്പോൾ തക്കിട്ട ഘട്ടത്തെ കലാശം ചെയ്ത് നേരെ തക്കിട്ട ഘട്ടത് ഡ ഡംണ ഡ കംണ കഡ് നഡ് നഡ് ഡഡ് ഗഡ് ഢ ഢ നന്ന ഗഡ് ഢക്കാം നന്ന ഖഡ് ഡക്ക ഢ ഡ നന്ന ഖഡ് ഢക്കാം നന്ന ഖഡ് ഡക്ക ഢ ഡ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ നമ്മുടെ മൂന്നാം കാലത്തിന്റെ നിലയിലോട്ട് അങ്ങോട്ട് കയറുകയാണ്. അപ്പൊ ആ നില നമ്മളപ്പോൾ ഒരു 12 തവണ കൊട്ടുമ്പോഴാണ് ഇതിന്റെ ഒരു താളവട്ടം കഴിയുക. ഇപ്പൊ രണ്ടാം കാലത്തിന്റെ ഒരു താളവട്ടം എന്ന് പറയുന്നത് 48 അക്ഷരകാലം ചെയ്യുമ്പോഴാണ് ഒരു താളവട്ടം കഴിയുക. അപ്പോൾ ഒരു 12 നില കൊട്ടുമ്പോഴാണ് ഒരു താളവട്ടം ഫിനിഷ് ആവുക. അപ്പോൾ നമ്മൾ ആദ്യം 12 കൊട്ടും, വീണ്ടും 12 കൊട്ടും, രണ്ടാമത്തെ താളം, പിന്നെ മൂന്നാമത്തെ താളവട്ടത്തിൽ വരുമ്പോൾ ഒരു 8 എണ്ണം കൊട്ടി, അതായത് 32 നില കൊട്ടിയിട്ട് 32ാമത്തെ നിലയിലാണ് നമ്മൾ കലാശത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതില് നിലയെല്ലാം സെയിമാണ്. അപ്പൊ ഇനി ഞാൻ ഈ തക്കിട്ട ഘട്ടത്തിലോട്ട് കയറിയതിന് ശേഷം അതിന് തക്കിട്ടഘട്ട കലാശം എന്നാണ് തന്നെയാണ് പറയുക. അതിലുള്ള കലാശത്തിനെ തക്കിട്ടഘട്ട കലാശം എന്നാണ് പറയുക. ഈ ഇപ്പൊ മുന്നേ കൊട്ടിയത് തക്കിട്ട ഘട്ടത്തിലോട്ട് കയറുന്ന ആ ഒരു കലാശം എന്നുള്ളതേ അതിന് വ്യത്യാസമുള്ളൂ. അപ്പൊ ഞാന് ലാസ്റ്റിലുള്ള, അപ്പൊ 12 കഴിഞ്ഞു, ആ ലാസ്റ്റിലുള്ള 8 എണ്ണം ഉണ്ടല്ലോ, ആ 8 നില കൊട്ടിയിട്ട് ആ കലാശം ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ധ ധ നന്ന ഖഡ് ഢക്കാം നന്ന ഖഡ് ഢക്കാം 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 ധം ന ധം ന ധം ന ധ ധ ധ ധ ധ ധ ധം ന കം തരികിട നകതര ഖഡ് ധ ധ ധ ധ ധ ധം നകതര ഖഡ് ഡം നഡം നഡം ഡഡ ഗഡ ധ ധ നന്ന ഖഡ് ഢക്കാം നന്ന ഖഡ് ഢക്ക ധ ധ. വീണ്ടും ഇതിലോട്ട് നമ്മുടെ തക്കിട്ട ഘട്ടത്തിലോട്ട് കയറുകയാണ്. അപ്പൊ ഇതിന്റെ നമ്മൾ പഠിക്കേണ്ടത് ഈ കലാശമാണ്. അപ്പൊ ആ 32ാമത്തെ നില എന്ന് പറയുന്നത് ഢ ഢ നന്ന ഗഡ് ഢക്കാം നന്ന ഖഡ് ഢക്ക ഢം ന ഢം ന ഢം ന ഢ ഢ ഢ ഢ ഢ ഢ ഢം ന കം തരികിട നകതര ഖഡ് ഡ ഡ ഢ ഡ ഡ ഢം നകതര ഖഡ് ഡം നഡം നഡം ഡഡ ഗഡ് ഢ ഢ. മനസ്സിലായോ? ചൊല്ല് മനസ്സിലായോ? അപ്പൊ ചൊല്ല് മനസ്സിലായെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ ആനന്ദ്? റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാവോ രാജേഷ് മാഷെ? നമ്മുടെ ബുക്കിലത് ഏത്